2023 ഓഗസ്റ്റ് 30 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിനും 2-3 മാസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ 19 പ്രതി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് മൂത്രമൊഴിച്ചത് എൻ്റെ മകൻ ചോദ്യം ചെയ്തു. കാരണം അവരുടെ ഒരു ക്ലബ്ബ് റൂമുണ്ട് അവിടെ ബോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടി വന്നപ്പോൾ അവിടെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി അതിനെ ചോദ്യം ചെയ്തു. കുട്ടിയെ തിരിച്ച് ഉപദ്രവിക്കാനായിട്ട് പ്രതിയുടെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ടായി. കുട്ടി ആ വിഷയം എന്നോട് അന്ന് തന്നെ പറയുകയുണ്ടായി. ഞാനത് കുട്ടിയെ ഉപദേശിക്കുകയും അത് മുതിർന്നവരോട് അങ്ങനെ പെരുമാറരുത് എന്ന് പറഞ്ഞ് കുട്ടി ഉപദേശിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് കുട്ടിയെ പ്രതി കൈപിടിച്ച് തിരിക്കുകയുണ്ടായി അതേ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ അത് എൻ്റെ ഒരു കുഞ്ഞമ്മ ഈ സംഭവം കണ്ടു. കുഞ്ഞമ്മ ഇടപെട്ടപ്പോൾ പ്രതി കുട്ടിയുടെ കൈ വിടുകയാണ് ഉണ്ടായത്. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. മരണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം കുഞ്ഞമ്മ ചെന്നൈയിൽ നിന്ന് മരണ വീട്ടിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം ഞാൻ അറിയുന്നത്. അതേപോലെ തന്നെ CCTV ഫുട്ടേജും 2 ദിവസങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു സാധാരണ അപകട മരണം എന്ന് കരുതേണ്ടിയിരുന്ന ഒരു കാര്യം CCTV ഫുട്ടേജിൻ്റെ ഉള്ള ഒരൊറ്റ കാര്യം കൊണ്ട്, അതുകൊണ്ട് അതിനൊരു ദൈവത്തിൻ്റെ 3ാം കണ്ണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു കാര്യമാണ് നമുക്കത് കിട്ടിയത്. മകൻ മരണപ്പെട്ട് 2 ദിവസം കഴിഞ്ഞാണ് കട്ടക്കട പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് ഈ വിവരം CCTV ഫുട്ടേജ് കാണുകയും തുടർന്ന് കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചപ്പോൾ പ്രതി തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോവുകയുണ്ടായി. 11 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ പിഴ കൊടുക്കാനായി പ്രതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജീവപര്യന്തം കഠിന തടവും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായ തൃപ്തി ഉണ്ടെന്ന് പറയില്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് വിധി വന്നാലും എൻ്റെ നഷ്ടം ഒരിക്കലും നികരാൻ പോകുന്നില്ല. എങ്കിൽ പോലും ഇത് സമൂഹത്തിന് കുട്ടികളോട് കാണിക്കുന്ന ഇത്തരം ക്രൂരതയ്ക്ക് ഒരു വലിയ ശക്തമായ ഒരു താക്കീതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം 30ഓളം സാക്ഷികൾ ഹാജരായി. അപ്പോൾ സാക്ഷികളെല്ലാം തന്നെ കാര്യമായിട്ട് പറയുകയുണ്ടായി. കുട്ടിയോടൊപ്പം കളിച്ചിരുന്ന മറ്റു കുട്ടികൾ 4 കുട്ടികൾ, അവരുടെ മൊഴികൾ വളരെ നിർണായകമായിരുന്നു. CCTV ഫുട്ടേജ് വളരെ നിർണായകമായിരുന്നു. പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് കേസ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് ഗ്രീഷ്മ വധക്കേസിൽ സാറാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നത്. അപ്പോൾ സാറിൻ്റെ വളരെ നല്ലൊരു എഫർട്ട് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതുണ്ടായിട്ടില്ല. വളരെ കാര്യക്ഷമ അന്വേഷണമായിരുന്നു. CI ഷിബു സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു കാട്ടാക്കട പോലീസ് ടീം അന്വേഷിച്ചത്. അവർ വളരെ കാര്യക്ഷമമായിട്ടാണ് കാട്ടാക്കട പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.